തമിഴ്നാട് വൈൽഡ് ലൈഫ് ഡിവിഷന്റെ കീഴിലുള്ള ആനമലൈ ടൈഗർ റിസർവിലാണ് നമ്മൾ ആദ്യം വന്നെത്തുന്നത്. ഇതൊരു ചെക്ക് പോസ്റ്റാണ്. ഇവിടുന്ന് എൻട്രി ഫീസ് ഉണ്ട്. വണ്ടിക്കും വെഹിക്കിളിനും ക്യാമറയ്ക്കൊക്കെ എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിപ്പം തമിഴ്നാട് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. നമ്മൾ കേരളത്തിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇത് കേരള വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഇവിടെ നമ്മൾ തുടങ്ങി നമുക്കിവിടെ ഒരു റിസപ്ഷൻ കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് റിഫ്രഷ്മെൻറ്റ്, ടീ, സ്നാക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് അത് കാണിക്കേണ്ടതാണ്. ആ ബുക്കിംഗ് ഡീറ്റെയിൽസ് നമ്മളിവിടെ പറയണം, അല്ലെങ്കിൽ കാണിക്കണം. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇവിടെ കാണിക്കണം. കാണിക്കുമ്പോൾ അവർ നമുക്ക് അതിൻ്റെ ഗൈഡൻസ് ഒക്കെ പറഞ്ഞു തരും. ഇവിടെ നമുക്ക് കുറച്ച് നേരം റിഫ്രഷ്മെൻറ്റുള്ള ഫെസിലിറ്റി ഉണ്ട്. ടീ, സ്നാക്സ്, അങ്ങനെയുള്ള ടീ, സ്നാക്സ്, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി അതെല്ലാം ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് നേരം നമുക്കിരുന്ന് ഇതൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പറമ്പിക്കുളത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. കൊള്ളാം. കുറച്ച് തണുപ്പുണ്ട്. കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഭംഗിയുണ്ട്. എക്കോ ഷോപ്പുണ്ട്, ഫെസിലിറ്റി ഉണ്ട്. അതെല്ലാം നമുക്ക് കഫറ്റീരിയ ഉണ്ട്. ഫ്രഷ് ആവാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സുന്ദരമായ നല്ല കാറ്റുണ്ട്. നല്ല സുന്ദരമായ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പറമ്പുകുളത്തേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഇൻഫർമേഷൻ സെന്ററിലാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ അക്കോമഡേഷനെ കാര്യങ്ങളെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. നമ്മൾ ബുക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. എന്തെങ്കിലും എക്സ്ട്രാ പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യണം. അപ്പം ഇവിടുന്ന് നമുക്ക് ഒരു ഗൈഡിനെ നമ്മളിവിടെ ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് എം മുരുകൻ എന്ന് പറയുന്ന ഒരു ഗൈഡാണ്. യെസ്, ഓക്കെ. അത് ഇവിടെ തന്നെയുള്ള ട്രൈബൽസ് ആണ്. അവരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെല്ലാം. ഓക്കെ. അപ്പം നമ്മൾ ഇവിടുന്ന് നമുക്ക് ഗൈഡിനെ അറേഞ്ച് ചെയ്യും. അപ്പം സാധാരണ കേസുകളിൽ ബുക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ വണ്ടി കിടക്കുന്ന ഒരു വണ്ടിയാണ് നമുക്ക് സഫാരിക്ക് വേണ്ടി നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആൾ കുറവാണ്, അക്കോമഡേഷൻ ആൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺ വെഹിക്കിളിലാണ് നമ്മൾ പോകേണ്ടത്. ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. വണ്ടി കുഴപ്പമില്ലല്ലോ? ഈ വണ്ടി പോകുന്നതിന് റോഡ് ബ്ലോക്ക് ആണ്. കണ്ണമാറ ട്രേക്ക് അല്ലേ? അപ്പൊ നമ്മള് 3 ഡാം കാണും. തമിഴ്നാട്ടുകാരാണ്. ഇതെല്ലാം അവരുണ്ടാക്കിയാണ്. നേരത്തെ റോഡ്, കറണ്ട് എല്ലാം അവരുണ്ടാക്കിയാണ്. കാട് അനിവാസി മുതൽ നമ്മുടെ ഈ കന്യാകുമാരി ആരും സ്ഥലം പിരിച്ചില്ല. ആ സമയത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് മേടിച്ചപ്പോഴ് അതെ നമ്മള് കൊല്ലം കൊച്ചിന്റെ അതേ കാലത്തെ ഇവിടെ ഉണ്ട്. കൊല്ലം ഉണ്ടല്ലേ? അപ്പൊ നമ്മള് ഇത് ഡാമൊക്കെ ഒന്നുമില്ലാത്തപ്പോ തലമുറയായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. വേട്ടക്കരമ്പ് ആനമലയൊക്കെ കാടുള്ളപ്പോഴേ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു എക്കോ സാപ്പാട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും വാങ്ങണമെന്ന്. ഇതാണ് ഒരു 10 റൂമുള്ളത്. ഞങ്ങൾക്ക് താമസിക്കുവാനുള്ള ട്രീപ്പ് ടോപ്പ് ഹട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ട്രീപ്പ് ടോപ്പ് ഹട്ട്. കൊള്ളാം, നല്ല സ്ഥലം, നല്ല ആംബിയൻസ്, സൈലന്റ് ആണ്. ഇവിടെ പ്രത്യേകത സൈലന്റ് ആണ്, വേറെ ശല്യങ്ങളൊന്നുമില്ല. ഇവിടെ ഈ ഒരു ഹട്ടാണുള്ളത്. ഈ ട്രീപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഹട്ടാണ് ഇവിടെ ഉള്ളത്.
ഇവിടെ 2-3 ടൈപ്പ് അക്കോമഡേഷൻ ഉണ്ട്. ഇതുപോലെ ട്രീ ടോപ്പ് ഹട്ടുണ്ട്, പിന്നെ ടെന്റഡ് ഹൗസ് ഉണ്ട്. അപ്പം അങ്ങനെ 1-2 ഫെസിലിറ്റിയാണുള്ളത്. ഈ മുകളിൽ കാണുന്നത് ഇവിടെയാണ് ഫുഡ്. അപ്പം നമുക്ക് നമ്മുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ് ഒക്കെ ഉണ്ട്, ടീ, കോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ വന്ന് അറിയിക്കും. അപ്പോൾ നമ്മളവിടെ പോയത് കഴിക്കണം. പകൽ നമുക്കിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. വൈകിട്ട് വണ്ടി ആ മുകളിൽ തന്നെ കൊണ്ട് പാർക്ക് ചെയ്യണം. മുകളിൽ ഈ ക്യാൻറ്റീൻ്റെ ഇവിടെ തന്നെ കൊണ്ട് പാർക്ക് ചെയ്യണം. പിന്നെ ഈ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ നമുക്കിനി ഒരു സഫാരി ഉണ്ട്. അതായത് ഇപ്പം സാധാരണഗതിയിൽ ഇവരുടെ തന്നെ വണ്ടിയാണ് അറേഞ്ച് ചെയ്യുന്നത്. പക്ഷെ അവരതിന് പറയുന്നത് ഇവിടെ നമ്മുടെ ഈ ഹട്ടിലും പിന്നെ ടെന്റിലൊക്കെ ആയിട്ട് ഒരു 3-4 അക്കോമഡേഷൻ ഉണ്ടെങ്കിലാണ് അവരുടെ വണ്ടി അവർ ഫെസിലിറ്റി തരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഓൺ വെഹിക്കിളിൽ അവരൊരു ഗൈഡ് ഉണ്ടാവും, നമുക്ക് പോയി സഫാരിക്ക് പോകാവുന്നതാണ്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 4 മണിയാകുമ്പോൾ അവർ വരും, ഗൈഡ് വരും. അപ്പോൾ റൂമൊക്കെ കുഴപ്പമില്ല. ഇത് 10-20-30 വർഷം പഴക്കമുള്ള ഒരു ട്രീ ടോപ്പ് ഹട്ടാന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു പൊളിച്ചു പണിയാനുള്ള പ്ലാനൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇത് തേക്കിന്റെ തടിയിലാണ് അതിനകത്ത് ബേസ്മെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുളയെ വെച്ച് ടോപ്പിൽ ഈ മുളയുടെ തന്നെ ഓല വെച്ചാണ്, മുളയുടെ തന്നെ ഇല വെച്ചാണ് മേഞ്ഞിരിക്കുന്നത്. നനയത്തൊന്നുമില്ല. അവരത് മാറ്റി അത് കോൺക്രീറ്റ് ആക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അതിൻ്റെ അകത്തുള്ള താമസം എന്ത് സുഖം ഉണ്ടാവും എന്നുള്ളത് അപ്പോഴും ഇപ്പോഴും താമസിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് തൊട്ടടുത്ത് തന്നെ ഈ ഒരു പുഴയുണ്ട്. ഇതിന്റെ അങ്ങേ സൈഡിൽ കാണുന്ന നെല്ലിയാമ്പതിയാണ്. ഇതിന്റെ അങ്ങേ അപ്പുറത്തെ സൈഡിൽ കാണുന്ന ആ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും തമിഴ്നാടാണ്. തമിഴ്നാടിന്റെയാണ് ഈ ഡാം. തമിഴ്നാട് കാര്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇന്ത്യ കേരളമൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട് കെട്ടിയതെന്ന് പറയുന്ന ഡാം. അതുകൊണ്ട് തന്നെ ഈ ഡാമിന്റെ ഓണർഷിപ്പ് തമിഴ്നാടിനാണ്. തമിഴ്നാടിന് ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളമാണ് ഇവിടുന്ന് ആളയാർ ഡാമിൽ കൊണ്ടുപോയിട്ട് അതും മുഴുവൻ തമിഴ്നാടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഫോറസ്റ്റും വൈൽഡ് ലൈഫും എല്ലാം കേരള സർക്കാരിന്റെ അണ്ടറിലാണെങ്കിലും ഈ ഡാമിന്റെ ഓണർഷിപ്പ് തമിഴ്നാടിനാണ്. കൊള്ളാം, നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം. കൊള്ളാം, താമസം കൊള്ളാം. കാട്ടില് ഒരു ദിവസം. ഈ ഡാമില് മുതലകളുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു അപകടങ്ങൾ റിപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങളോട് ഉണ്ടായിരുന്ന ഗൈഡ് മുരുകൻ പറഞ്ഞത്. നെയ്യാറില് മുതലകൾ 1-2 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മുതലകളെ ഇവിടെ കൊണ്ടുവന്നാണ് ഇട്ടിരിക്കുന്നത്. ഇതിലങ്ങനെ ആളുകളൊന്നും അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 1-2 വണ്ടികളിലൂടെ പോകുന്നുണ്ട്. എനിക്ക് ചില അക്കോമഡേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ജസ്റ്റ് കണ്ട് വൈകുന്നേരം തിരിച്ചു പോകാനുള്ള പാക്കേജ് എങ്ങനെയുമായിരിക്കാം. എന്തായാലും യാത്രയുടെ ഒരു ക്ഷീണമുണ്ട്. രാവിലെ പോലുള്ള ഡ്രൈവിംഗ് ആണ്. കുറച്ചേരം റെസ്റ്റ് എടുക്കാം. ഫുഡ് ആകുമ്പം പറയാമെന്ന് പറഞ്ഞു. അതുവരെ എനിക്ക് തോന്നുന്നു റെസ്റ്റ് എടുക്കാൻ തോന്നും. അപ്പം ഞാൻ മുറിയിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങളെ ഞങ്ങളുടെ താമസത്തിന്റെ ഫെസിലിറ്റികളൊന്ന് കാണിക്കാം. ട്രീ ടോപ്പിന്റെ ഫെസിലിറ്റികൾ. ഇതാണ് ട്രീ ടോപ്പ്. തടി കൊണ്ടുള്ള സ്റ്റെപ്സാണ്, ഭംഗിയുണ്ട്. വരാന്തയാണ്. ചുവരിൽ കസേരകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച ഭയങ്കര മനോഹരമാണ്. ശരിക്കും തോന്നിയാൽ കാടിന്റെ ഇടയ്ക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. വേറെ ഒരു ശബ്ദവും കേൾക്കാറില്ല. ചില കിളികളുടെയും ചീവിടുകളുടെയും ശബ്ദമല്ലാതെ മറ്റൊന്നും തന്നെ കേൾക്കാൻ. എന്റെ സുന്ദരിയായ ഭാര്യ അവിടെ നിൽപ്പുണ്ട്. ഇതാണ് ഇതിന്റെ ചുറ്റും ഒരു കോറിഡോർ പോലെ 4 വശത്തും നമുക്ക് സഞ്ചരിക്കാം. ഈ കാണുന്ന മരത്തിലാണ്, ഇത് തടിയല്ല മരം തന്നെയാണ്. ഈ കാണുന്ന മരങ്ങളിലാണ് ഇത് താങ്ങി നിർത്തിയിരിക്കുന്നത്. 4 സൈഡിലെ 4 വലിയ തേക്ക് മരങ്ങളാണ്. തേക്ക് മരങ്ങളിലാണ് ഈ ട്രീ ഹട്ട് പണിതിരിക്കുന്നത്.
ഫോട്ടോഗ്രാഫിയുടെ താല്പര്യമുണ്ടായി ഭാര്യ പിന്നെയും വന്ന് ഫോക്കസ് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ റൂമിലേക്ക് കയറുകയാണ്. ഇതാണ് റൂം. യാത്രയുടെ ക്ഷീണമാണ്, രണ്ടുപേരും റെസ്റ്റിലാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഹൗസ് ബോട്ടിലൊക്കെ അകത്ത് ഉള്ള ഒരു ബസ്. പക്ഷേ ഇപ്പോഴത്തെ ഹൗസ് ബോട്ട് ലക്ഷറീസ് ആണ്. എന്നാലും ഒരു ഹൗസ് ബോട്ടിന്റെ അകത്തിരിക്കുന്ന ഒരു ഫീലാണ്. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ വെള്ളമേ കാണുന്നുള്ളൂ. റൂം അത്ര വലിപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഇച്ചിരി ഫാമിലിക്കൊക്കെ താമസിക്കാൻ, അല്ലെങ്കിൽ 2 പേർ ഹണിമൂണൊക്കെ പാക്കേജ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. പിന്നെ ബാത്റൂം അത്ര നല്ലത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഹീറ്ററുണ്ട്, ഷവറുണ്ട്. എല്ലാം കൂടെ കുഴപ്പമില്ല എന്ന് പറയാവുന്ന ഒരു ഫെസിലിറ്റിയാണ് ബാത്റൂമിനും. കാരണം ഈ ടിക്ടോക്കിലൊക്കെ എനിക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടുത്തെ ഷെഡ്യൂളും ഫുഡിന്റെ ടൈമും എല്ലാം അവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്റെ 2 മക്കളാണ്, എമിലിയ, ഇവാൻ. രണ്ടുപേരും യാത്രയൊക്കെ ഒരുപാട് മോൾക്ക് വയ്യ. രണ്ടുപേരും യാത്രയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. ചോദിക്കട്ടെ, യാത്രയൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തോ? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ വന്ന വഴിക്ക് എന്തിനെ കണ്ട്? പോത്തിനെ കണ്ടു, പീകോക്കിനെ കണ്ടു, എലിഫന്റിനെ കണ്ട്, പുലിനെ നമുക്ക് പിന്നെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം അല്ലേ? ഇതാണ് ഈ ഹട്ടിലിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഇതാണ് ഫുഡ് കഴിക്കാനുള്ള കണ്ണമ്മാറ കഫേ. നമ്മൾ ഇവിടെയാണ് ലഞ്ചിന് വന്നത്. ആയിരുന്നു ഉച്ചക്കത്തെ ഞങ്ങളുടെ ഫുഡ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ഞങ്ങൾ നോൺ വെജ് ആയതുകൊണ്ട് ചോറ്, ഈ പുഴയിൽ നിന്ന് തന്നെ പിടിച്ച നല്ല ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പപ്പടം, സൂപ്പർ ഊണ്. ശരിക്കും ഒരു ഹോംലി ഫുഡിന്റെ ഫീൽ ഉണ്ടായിരുന്ന ഒരു ഫുഡാണ്, ലഞ്ചായിരുന്നു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു. ഇനി ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്. പിന്നെ 4 മണിക്കാണ് ഞങ്ങളുടെ ട്രക്കിങ് തുടങ്ങുന്നത്. അപ്പം 4 മണി വരെയുള്ള സമയം ഞങ്ങൾക്ക് ഫ്രീ ആണ്. പിന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറയും, കാരണം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. വാൽപ്പാറയിൽ നിന്ന് ഇവിടെ വെള്ളം വന്നിട്ട് ഇത് നേരെ പോകുന്നത് ഓണക്കടവ്, ഗുരുവായൂർ, എല്ലായിടത്തും പോകണം. ഇതാണ്